അപ്പോൾ നമ്മുടെ PC-യുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതൊരു മോണിറ്ററാണ് കേട്ടോ. അപ്പോൾ മോണിറ്റർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് മോണിറ്റർ വരുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള മോണിറ്റർ LGയുടെ അൾട്രാ ഗിയർ ആണ്. 27 ഇഞ്ച് വരുന്ന മോണിറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിസ്റ്റം ഇത് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കാം, കുറച്ച് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം വലിയ ബോക്സാണ്. 27 ഇഞ്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തതുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. കുറച്ച് ദിവസം എടുത്ത് വരാനായിട്ട്. സ്പോഞ്ച് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മോണിറ്റർ. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാവ്, ഇതാണ് നമ്മുടെ മോണിറ്റർ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് 180 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഡിസ്പ്ലേ അത്യാവശ്യം നമുക്ക് ഗെയിമിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നൊരു HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡിസ്പ്ലേ പോർട്ട് ഇപ്പോൾ വരുന്നതിലൊക്കെ ഡിസ്പ്ലേ പോർട്ട് എന്നിട്ടല്ല വരുന്നത്. ഡിസ്പ്ലേ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഹെഡ്സെറ്റിൻ്റെ കണക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു DC പവർ സപ്ലൈൻ്റെ കണക്ട് ചെയ്യാനുള്ള അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലൊരു കവർ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പവർ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്. DCന്ന് DCക്ക് കൺവേർട്ട് ചെയ്യുന്ന. പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു AC കേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു കേബിളുണ്ട് ഡിസ്പ്ലേ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളുണ്ട്. കേബിളിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. HDMI കേബിളല്ല, HDMI കേബിൾ വേറെയാണ്. ഇത് ഡിസ്പ്ലേ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള വേറൊരു കേബിളാണ്. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ മൗണ്ട് ചെയ്യണം ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ മൗണ്ടാട്ടോ. ഇത് അതിൻ്റെ ഒരു മൗണ്ടാണ് വരുന്നത്. പാക്കിംഗ് ഒക്കെ അടിപൊളി കേട്ടോ. ഇതാണ് നമ്മൾ TVയിലെ ബാക്കിലേക്ക് വരുന്ന മൗണ്ട്. ഏകദേശം ഇങ്ങനെയാണ് വരിക. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ TV അല്ല കേട്ടോ, മോണിറ്ററാണ്. മോണിറ്ററിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊക്കവും താത്തുകയൊക്കെ ചെയ്യാം. പൊന്തിക്കും അതുപോലെ താത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇനി കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റായി. അപ്പോൾ നമ്മൾ TV എന്നാണ് ഫയൽ വരുന്നത്. TV അല്ല, നമ്മളെ കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ മൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൗണ്ടിൽ നമുക്ക് നമ്മളെ മോണിറ്റർ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഇതേപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളെ മൗണ്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് PC-യിലേക്ക് വെക്കേണ്ട 2 സാധനങ്ങളാണ്. ഒന്ന് കീബോർഡ്, പിന്നെ അതുപോലെ മൗസും. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത് വയർഡാണ് കേട്ടോ. വയർഡ് എന്ന് വെച്ചാൽ കീബോർഡ് എടുത്തിട്ടുള്ളത് ആൻറ്റി സ്പോർട്സിൻ്റെ കീബോർഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കീബോർഡാണ്, വൈറ്റ് RGB വരുന്ന കീബോർഡാണ്. പിന്നെ അതുപോലെ മൗസ് എടുത്തിട്ടുള്ളത് സാധാ ഒരു മൗസാണ്, വയർഡ് തന്നെയാണ് വരുന്നത്. ഇതിന് കമ്പനീൻ്റെ പേര് ആറാ എന്ന് പറഞ്ഞിട്ടുള്ള GS4 എന്നുള്ളൊരു ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസാണ്. ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കീബോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നില്ല. ഇത് മേടിച്ചപ്പോഴേക്കും ഒരുപാട് ബോക്സുകളായി വരല്. ഇതാണ് നമ്മൾ മൗസ് വരുന്നത്. അല്ല സോറി, കീബോർഡ് വരുന്നത്.
മെക്കാനിക്കൽ കീബോർഡാണ് കണ്ടില്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ CPU ജസ്റ്റ് കണക്ട് ചെയ്യാനുള്ളൂ. ഇനി മൗസും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മൗസ് ഇതാണ് മൗസ് വരുന്നത്. ഞാൻ കാണുന്നുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ഞാൻ തൊട്ടടുത്ത് വന്ന് കാണിച്ചു. ഇതാണ് മൗസ് വരുന്നത്. ഓക്കെ, ഇത് സാധാ വലിയ റേറ്റൊന്നും ഇല്ലാത്ത മൗസാണ്, ഗെയിമിംഗ് മൗസാണ് വരുന്നത്. ഇതും കണക്ട് ചെയ്യാനൊന്നുമില്ല, CPU ജസ്റ്റ് കണക്ട് ചെയ്യാനേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്.